ശ്രീ കെ പി മോഹൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ട്സിൻ്റെയും കാലഘട്ടത്ത് സൺറൈസ് എക്കണോമിയിൽ അധിഷ്ഠിതനായ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ തികഞ്ഞ ബോധത്തോടുകൂടി സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉത്തമ ബോധമുള്ള അദ്ദേഹം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ അവകാശമാണ് സാർ ഇവിടെ നേടിക്കൊടുക്കുന്നത്. സാർ, നേരത്തെ റോജി എം ജോൺ ഇവിടെ പറയുമ്പോൾ കണക്കുകൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചു സാർ. അതിനായിരുന്നു ഡൽഹിയിൽ പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ MLA മാരും MP മാരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് അവിടെ സമരം നടത്തിയപ്പോൾ അതിൻ്റെ കണക്കവിടെ പഠിപ്പിച്ചു. ഇന്ന് എനിക്കതിനൊരു ഉത്തരവും കിട്ടി സാർ. തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പടയണി സഹകരണ പത്രത്തിൽ ഒരു വാർത്ത വന്നു. കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കണം, സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് സാർ. പറഞ്ഞ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇന്നത്തെ സുപ്രീം കോടതിയിലാണ് ഇന്നത്തെ ഇതാണ് സാർ. ഇന്ന് ഉച്ചക്ക് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പഴയണിയിലാണ് സാർ വാർത്ത വന്നത്. ഇന്ന് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർജവം കാണിച്ചു. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് അവിടെ സമരം ചെയ്തത് സാർ. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആരൊക്കെയാണ് സംസാരിച്ചത്? അവിടുത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ്, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായ ഫാറൂഖ് അബ്ദുള്ള, രാജ്യസഭാ അംഗം SP നേതാവുമായ കപിൽ സിബിൽ കോൺഗ്രസിൻ്റെ പഴയ നേതാവാണ്. ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ സംസാരിച്ചത് എന്താ? ഹമാരാ ഹക്ക് ഹേ, ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. അതിൻ്റെ ഫലമാണ് സാർ ഇപ്പം കണ്ടത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പദ്ഘടന മാനവ വിഭവശേഷിയാണ്. വിഭവശേഷിയുടെ കയറ്റുമതി ഉള്ളത് കൊണ്ടാണ് സാർ കൊച്ചു കേരളം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നത്. മലയാളികൾ മറുനാട്ടിലേക്ക് പോയിരുന്നില്ല എങ്കിൽ പ്രവാസി പണം ഇവിടെ ഒഴുകിയെത്തില്ലായിരുന്നു സാർ. എങ്കിൽ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും മുരടിച്ചിട്ടുണ്ടാകും സാർ. സാർ, അരനൂറ്റാണ്ട് കാലമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികളുടെ പണം ഒഴുകി വന്നതാണ് കേരളത്തിൽ ലോകോത്തര നിലവാരമുള്ള ജീവിത സാഹചര്യം രൂപപ്പെട്ടത്. എന്നാൽ ആ ഒഴുക്കിന് തടസ്സങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇത് പരിഹരിക്കാൻ പ്രവാസികളുടെ സഹായത്തോടെ പുതിയ മേഖലകൾ കണ്ടെത്താൻ ആവശ്യമായ വൻ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ആരംഭിക്കേണ്ടതുണ്ട് സാർ. അതിന് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കൂടി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം സാർ. അതിന് അനിവാര്യമായ ആവശ്യകതകളിലേക്കുള്ള ചൂണ്ടുവലിയാണ് സാർ ഈ ബഡ്ജറ്റ്. സാർ, വിജ്ഞാനോൽപാദനത്തിലും വ്യാപനത്തിലും ഊന്നൽ നൽകേണ്ട സമയം വൈകിപ്പോയി. ഇനിയും നമ്മൾ ഈ മേഖലയിൽ പിറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കൈവരിച്ച പല അഭിമാന നേട്ടങ്ങൾക്കും മങ്ങൽ സംഭവിക്കും. വിദേശികളായ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരണം സാർ. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളെയും കോളേജുകളെയും സർവകലാശാലകളെയും മികവിൻ്റെ കേന്ദ്രങ്ങളിലായി ഉയർത്താൻ നമുക്ക് സാധിക്കണം സാർ. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പകച്ചു പിന്മാറാതെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് അപാരതകളെ സൃഷ്ടിക്കാനുള്ള ഇച്ഛാശക്തി ഉള്ളവരായി ഓരോ മലയാളിയും മാറണം സാർ. സാർ, കേരള ജനത ഇടതുപക്ഷ സർക്കാരിനെയും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് സാർ. 2023 നവംബർ മാസത്തിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ പാനൂരിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സ് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് സാർ ഞാൻ കാണുന്നത് സാർ. ജനങ്ങളുടെ ആഗ്രഹവും അഭിലാഷങ്ങളും നിർവഹിക്കാൻ ആവശ്യമായ നയങ്ങളും നടപടികളുമായിട്ടാണ് സാർ നമ്മൾ മുന്നോട്ട് പോകുന്നത്. 3 വർഷക്കാലയളവിനുള്ളിൽ കുറഞ്ഞത് 3 ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കാനുള്ള ബഡ്ജറ്റ് പ്രസംഗത്തെ ഞാൻ കൈയടിച്ച് സ്വീകരിക്കുന്നു സാർ. ഇതിനായി അന്തർദേശീയ നിക്ഷേപ സംഗമം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു. IT അധിഷ്ഠിത സേവനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വലിയ തോതിൽ മുതൽ മുടക്കി സ്ഥലവും നിർമ്മിത ഇടവും വികസിപ്പിക്കുന്നുണ്ട് സാർ. എൻ്റെ നിയോജകമണ്ഡലത്തെ നവോദയ കുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംവിധാനത്തിന് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിയും MLA-യുമായിട്ടുള്ള ശ്രീമതി ശൈല ടീച്ചർ തുടക്കം കുറിച്ച ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ വേഗത്തിലാക്കിയാൽ ഒരുപാട് സംരംഭർ, ഞാൻ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സംരംഭത്വ സെമിനാറിൽ ഇവരൊക്കെ തന്നെ ഇങ്ങോട്ട് വെച്ചാൽ ഭൂമി കിട്ടിയാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അത് ദ്രുതഗതിയിലാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം സാർ. സാർ, കേരളത്തിലെ വയോജനങ്ങളിൽ ഭൂരിപക്ഷവും നിരാശയോടെ നാൽക്കവലകളിലാണ്. അവരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന ബോധ്യം നമുക്കൊക്കെ തന്നെ ഉണ്ട് സാർ. സാർ, വയോജനങ്ങൾക്ക് കെയർ സെൻ്ററുകൾ സ്ഥാപിക്കുമെന്ന ബഡ്ജറ്റ് നിർദ്ദേശത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം കെയർ സെൻ്ററുകൾ നമ്മുടെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും യാഥാർത്ഥ്യമാക്കാനുള്ള ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണം സാർ. കുടുംബശ്രീ ശാക്തീകരിക്കാനുള്ള
കെ ലിഫ്റ്റ് പദ്ധതിയും കുടുംബശ്രീക്ക് 265 കോടിയും വകയിരുത്തിയതിന് ഞാൻ അഭിനന്ദിക്കുന്നു സാർ. സാർ, കുടുംബശ്രീ CDSലെ അംഗങ്ങൾ മുഴുവൻ സമയ പൊതുപ്രവർത്തകരാണ്. ഇവർക്ക് ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് 1000 രൂപയെങ്കിലും വോളണ്ടിയറിന് നൽകാൻ നടപടി സ്വീകരിക്കണം സാർ. സാർ, സമസ്ത മേഖല അതുപോലെ തന്നെ നമ്മുടെ ഹരിതസേന ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് സാർ ഹരിതസേന മുന്നോട്ട് പോകുന്നത്. അവർ നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഓരോ പ്രദേശത്തും പോയി നമ്മളെ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നല്ല പ്രവർത്തനമാണ് കേട്ടോ. അവർക്കും സഹായങ്ങൾ നൽകണം സാർ. സാർ, കലാ സാംസ്കാരിക മേഖലയ്ക്ക് സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധയും കരുതലും നൽകാനുള്ള നിർദ്ദേശത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ്റെ ജന്മദേശം. വാഗ്ബടാനന്ദന് ഉചിതമായ സാംസ്കാരിക കേന്ദ്രവും ലോകപ്രശസ്ത ചിത്രകാരൻ KG സുബ്രഹ്മണ്യത്തിൻ്റെ സ്മാരകമായി ആർട്ട് ഗാലറി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സമുച്ചയവും പണിയാൻ പൂർത്തീകരിക്കാൻ നടപടി വേഗത്തിലാക്കണം സാർ. സാർ, ദീർഘദർശിയ സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ബടാനന്ദ ഗുരുദേവൻ കേരളത്തിന് നൽകിയ വലിയ സംഭാവനയാണ് സാർ ഊരാളുങ്കൽ സൊസൈറ്റി. 18,000 പേർക്ക് നേരിട്ടും 50,000-ലധികം പേർക്ക് നേരിട്ടല്ലാതെയും തൊഴിൽ നൽകുന്ന മഹത്തായ സ്ഥാപനം. സാർ, അദ്ദേഹമാണ് അന്ന് 2025-ൽ 22 രൂപ ഓരോരോ അംഗവും എടുത്തുകൊണ്ട് 25 പേർ ചേർന്നുകൊണ്ടുണ്ടാക്കിയ സഹകരണ സംഘമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഹകരണ സംഘമായിട്ടും വികസന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. സാർ, ആരോഗ്യ മേഖലയ്ക്ക് സർക്കാർ കാണിക്കുന്ന ശ്രദ്ധേയത്തെ ഞാൻ പിന്തുണക്കും സാർ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പുതുതായ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ. സാർ, ഡയാലിസിസ് രോഗികളുടെ ബാഹുല്യത്തെ ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള ഡയാലിസിസ് കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ രോഗികൾ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സാർ എല്ലാ ദിവസവും ഞങ്ങൾ കത്ത് കൊടുക്കുകയാണ് സാർ. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും ഒക്കെ തന്നെ ഓരോ ദിവസവും, അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഡയാലിസിസിന് ഇവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം സൗജന്യമായെന്ന്. കാരണം വളരെ ദരിദ്രരായിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട് സാർ. സാർ, കാർഷിക മേഖലയെ തളരാതെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ പുതിയ മേഖലകളെ നാം കണ്ടെത്തണം സാർ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കണം സാർ. പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യാധ്വാനം ലഘൂകരിക്കാനും ആവശ്യമായ നൂതന കാർഷിക യന്ത്രങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാനുമാണ് സാർ ഇത്തരം യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്യാംകോ കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ കൂടുതൽ ശാക്തീകരിക്കണം സാർ. ക്യാംകോ വഴി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ കെയ്ക്കോ വഴി വിപണിയിലെത്തിക്കാനും കെയ്ക്കോയിലൂടെ അതുപോലെ തന്നെ പുതിയ ഇൻപുട്ടുകൾ പുതിയ തലമുറയെ ഇത്രയും യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനും ആവശ്യമായ ബൃഹത് പദ്ധതികൾക്ക് രൂപം നൽകണം സാർ. കണ്ണൂർ ജില്ലയിലെ വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന ക്യാംകോ യൂണിറ്റ് അത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരം സ്ഥാപനങ്ങളെ നിലനിർത്തേണ്ടത് കാർഷിക സംസ്കൃതിയുടെ നാടായ കേരളത്തിന് അത്യാവശ്യമാണ് സാർ. യങ് ജനറേഷൻ ചെറുപ്പക്കാർക്ക് ഈ കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങളാണ് സാർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് സാർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായി ഒട്ടനവധി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ കാലോചിതമായ രീതിയിൽ പരിഷ്കരിക്കണം സാർ. ഉദാഹരണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഫർണിച്ചർ വാങ്ങിക്കുന്നതിന് പട്ടികജാതി വിഭാഗത്തിന് 5000 രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 6000 രൂപയാണ് സാർ വകയിരുത്തിയിട്ടുള്ളത് സാർ. പാവപ്പെട്ട ഒരു വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഗുണമേന്മയുള്ള ഒരു മേശയും കസേരയും വാങ്ങാൻ ഒരിക്കലും ഈ തുക പര്യാപ്തമാകില്ലെന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് കാലോചിതമായ പരിഷ്കരണം വരുത്തണം സാർ. സാർ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു സാർ. കണ്ണൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് അന്യ രാജ്യത്തിലേക്കും ഒക്കെ തന്നെ പോകുന്ന ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് സാർ കണ്ണൂരിൻ്റെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മട്ടന്നൂർ, കൂത്തുപറമ്പ് മേഖലകളൊക്കെ തന്നെ. ആ അന്താരാഷ്ട്ര വിമാനത്താവളം കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരമാകുന്നതിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത് സാർ. കേരളത്തിൻ്റെ സർവ്വ മേഖലകളിലും വികസനത്തിൻ്റെ ഒരു സൂര്യോദയം സൃഷ്ടിച്ചുകൊണ്ടാണ് സാർ അങ്ങ് മുന്നോട്ട് പോകുന്നത് ഈ ബഡ്ജറ്റിലൂടെ. പക്ഷേ ബഡ്ജറ്റിൽ നമുക്ക് കുറേ കാണാൻ സാധിക്കുന്നത് ഓരോ മണ്ഡലങ്ങളും നമുക്കറിയാം ഇവിടെ പലതും തന്നിട്ടുണ്ടാവും. പക്ഷേ അതിൽ കുറച്ച് ഫണ്ട് നൽകിക്കൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല സാർ. കൂടുതൽ ഫണ്ട് അനുവദിക്കണം. അതോടൊപ്പം തന്നെ അനുവദിച്ച ഫണ്ടുകൾ ക്രിയാത്മകമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പൂർത്തീകരിക്കാൻ സാധിക്കണം. അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കണം. എന്തിനാണ് ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ അത് വളരെ സ്ലോ ആണ് സാർ. പ്രത്യേകിച്ച് ഞങ്ങൾ ജില്ലാ വികസന സമിതി യോഗങ്ങളിലൊക്കെ തന്നെ പോയാൽ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന കളി. അപ്പോൾ അത് മാറ്റിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ എന്തു തന്നെയാലും ശരി അങ്ങ് മുന്നോട്ട് വെച്ച ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കേരളത്തിൽ 2024-25 വർഷത്തെ
പിണറായി വിജയൻ സർക്കാരിൻ്റെ കേരള ബഡ്ജറ്റിന് ഒരിക്കൽ കൂടി പിന്തുണ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസിക്കുന്നു.